കർണാടകയിലെ ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുകയാണ്. കോഴിക്കോട് എം പി എം.കെ. രാഘവൻ സംഭവസ്ഥലത്തുണ്ട്. പ്രദേശത്ത് ശക്തമായ മഴ പെയ്യുന്നതാണ് രക്ഷാപ്രവർത്തനത്തിനെ പ്രതികൂലമായി ബാധിക്കുന്നത്. ഗംഗാവാലി പുഴയിലും തിരച്ചിൽ നടത്തുന്നുണ്ട്. വിവരങ്ങളുമായി സരീഷ് പി.കെ. ആണ് അവിടെ നിന്നും ചേരുന്നത്. ശിരൂരിൽ നിന്നുമാണ് സരീഷ് ചേരുന്നത്. സരീഷ്, ഇപ്പോൾ രാവിലെ ഒരു തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. സൈന്യം ഒരു വഴിക്ക് തിരച്ചിൽ നടത്തുന്നു. കേരളത്തിൽ നിന്നുള്ള രക്ഷാപ്രവർത്തന സംഘവും ഈ തിരച്ചിലിന് അവർക്കൊപ്പം കൂടുന്നുണ്ടോ? അതേപോലെ തന്നെ നാവികസേന പുഴയിലും തിരച്ചിൽ നടത്തുമെന്നാണ് നേരത്തെ സരീഷ് സൂചിപ്പിച്ചത്. ഇത്തരത്തിലാണോ ഇപ്പോൾ തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്? മൂന്ന് സംഘമായി തന്നെയാണ് ഇന്നും തെരച്ചിൽ നടത്തുക. റോഡിൻ്റെ ഇടതുഭാഗത്ത് മലയാളി സംഘം, അതായത് രഞ്ജിത്തിൻ്റെ നേതൃത്വത്തിൽ JCB ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുകയാണ്. വലതു ഭാഗത്ത് അടിഞ്ഞുകൂടിയ മണ്ണ് സൈനികരുടെ നിർദ്ദേശപ്രകാരം അവിടുന്ന് നീക്കം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പുഴയിൽ നാവികസേന ഉദ്യോഗസ്ഥർ പരിശോധന നടത്തും. അങ്ങനെ മൂന്ന് ഘട്ടങ്ങളായി തിരിഞ്ഞ്, അല്ലെങ്കിൽ മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞാണ് പരിശോധന നടത്തുന്നത്. അതായത് ഇതിൽ ഏറ്റവും നിർണായകമാവാൻ പോകുന്നത് രഞ്ജിത്ത് ഇസ്രായേലിയുടെ നേതൃത്വത്തിൽ റോഡിൻ്റെ ഇടതുഭാഗത്ത് നടക്കുന്ന പരിശോധനയാണ്. അതായത് അവിടെയാണ് സാധാരണഗതിയിൽ ലോറി ഉൾപ്പെടെയുള്ള പാർക്ക് ചെയ്യാറ്. ആ പാർക്കിങ്ങിൽ തന്നെ വാഹനം ഉണ്ടാവും എന്ന് ഇപ്പോഴും ബന്ധുക്കളും അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തകരും ഉറച്ചു വിശ്വസിക്കുകയാണ്. കാരണം അവസാനമായി GPS ട്രാക്ക് ലഭിച്ചതും അതോടൊപ്പം തന്നെ സിഗ്നൽ ലഭിച്ചതുമെല്ലാം ആ മേഖലയിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ അവർ പറയുന്നത്, ഏതെങ്കിലും തരത്തിൽ പുഴയിലേക്ക് ഈ വാഹനം പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ പോലും പിന്നീട് ഫോണിൽ അദ്ദേഹത്തെ വിളിച്ചാൽ ലഭിക്കില്ല. അപകടം നടന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഫോൺ റിങ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അന്ന് റിങ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഫോൺ റിങ് ചെയ്യണമെങ്കിൽ അത് കരയിൽ മാത്രമായിരിക്കും. പുഴയിലാണെങ്കിൽ ഒരിക്കൽ പോലും സിഗ്നൽ ലഭിക്കില്ല. പ്രത്യേകിച്ച് വലിയ ശക്തമായ ഒരു മണ്ണൊഴുക്കാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പാർക്കിങ്ങിൽ നിന്നും ആ മണ്ണ്, അല്ലെങ്കിൽ ലോറി പുഴയിലേക്ക് മറിഞ്ഞാൽ അതിന് മുകളിലേക്ക് മണ്ണ് വീഴും. ഒരിക്കൽ പോലും സിഗ്നൽ ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെയെങ്കിൽ ഒരിക്കൽ പോലും 2-ാം ദിവസം, അല്ലെങ്കിൽ അപകടം നടന്ന് തൊട്ടടുത്ത ദിവസമോ അതിനപ്പുറത്തെ ദിവസമോ ഒക്കെ റിങ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ, അതായത് ഇപ്പോഴും മണ്ണെടുത്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ തന്നെയായിരിക്കും ലോറി എന്നാണ് ഇപ്പോഴും കുടുംബവും രക്ഷാപ്രവർത്തകരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവസാനം റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം റോഡ് എവിടെ അവസാനിക്കുന്നോ അവിടെ മണ്ണെടുപ്പ് നിർത്തണം. അതിനുശേഷം മണ്ണിടിയാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ മണ്ണ് നീക്കം ചെയ്യേണ്ടതില്ല എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ അതല്ല കൂടുതൽ, അതായത് അവിടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ മാത്രം ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ പകുതി ഭാഗത്തു നിന്നെങ്കിലും മണ്ണ് നീക്കം ചെയ്താൽ മാത്രമേ അവിടെ വാഹനമുണ്ടോ എന്ന് ഉറപ്പിക്കാനാവുകയുള്ളൂ. അപ്പോൾ ഈ റോഡ് കഴിഞ്ഞ് ശേഷിക്കുന്ന ഭാഗത്തിൻ്റെ പകുതി ഭാഗത്തു നിന്നെങ്കിലും മണ്ണ് നീക്കം ചെയ്യും എന്നാണ് ഇപ്പോൾ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായും ഇന്ന് ഉച്ചയോടെ അത്തരത്തിൽ ആ മേഖലയിലുള്ള മണ്ണ് നീക്കാനാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വാഹനങ്ങൾ JCBയും ഒപ്പം തന്നെ മണ്ണുമാന്തി യന്ത്രങ്ങളും എല്ലാം ഈ സ്ഥലത്തേക്ക് എത്തിക്കുന്നുണ്ട്. കൂടുതൽ സൗകര്യങ്ങൾ റവന്യൂ വകുപ്പിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവിടെ സൈന്യവും ഇതെല്ലാം ഏകീകരിക്കുന്നുണ്ട്. മേജർ അഭിഷേകിന് നേതൃത്വത്തിലുള്ള സംഘമാണ് അതിന് നേതൃത്വം നൽകുന്നത്. അതേസമയം തന്നെയാണ് റോഡിൻ്റെ വലതുഭാഗത്ത്, അതായത് പുഴയോട് ചേർന്നുള്ള ഭാഗത്ത് അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്യുന്നത്. കാരണം മംഗലാപുരത്തു നിന്നും ശിരൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളെല്ലാം വലതുഭാഗത്ത് നിർത്താറുണ്ട്. അവിടെയാണ് ഹോട്ടലുകളെല്ലാം ഉള്ളത്. അതായത് പുഴയോട് ചേർന്നുള്ള ഭാഗത്താണ് ഹോട്ടലുകളെല്ലാം ഉള്ളത്. അപ്പോൾ ഒരുപക്ഷേ വലതുഭാഗത്തു നിന്നും വാഹനം നീങ്ങി ഇടതുഭാഗത്തു നിന്നും വാഹനം നീങ്ങി വലതുഭാഗത്തെ പുഴയോട് ചേർന്നുള്ള ഭാഗത്ത് നിൽക്കാനുള്ള സാധ്യതയുമുണ്ട് എന്നുള്ളതിനാലാണ് അവിടെ നിന്നും മണ്ണ് നീക്കം ചെയ്യുന്നത്. അതോടൊപ്പം രക്ഷാപ്രവർത്തകർ പറയുന്നത്, ഈ കരയിൽ നിന്നും ലഭിച്ചില്ലെങ്കിൽ ആ പുഴയുടെ, അല്ലെങ്കിൽ പുഴയും കരയും ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ വൻതോതിൽ, ഒരുപക്ഷെ ആദ്യം ദൃക്സാക്ഷികളൊക്കെ പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ പരിസരവാസികളൊക്കെ പറയുന്നത്, റോഡും പുഴയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നു, ഉയരത്തിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നു എന്നാണ്. പക്ഷേ ഈ മണ്ണ് വീഴുന്നതിന് ശേഷം വലിയ വ്യത്യാസമില്ല. ഇപ്പോഴും ഏതാണ്ടൊരു സമാനമായ രീതിയിലാണ് പുഴയും കരയും തമ്മിലുള്ള ഉയരം. അതുകൊണ്ട് തന്നെ അവിടെ വാഹനം വീഴുകയും അതിന് മുകളിലേക്ക് മണ്ണ് വീഴാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കരയിൽ നിന്നും
വാഹനം ലഭിച്ചില്ലെങ്കിൽ ആ പുഴയോട് ചേർന്ന് അല്ലെങ്കിൽ പുഴയോടും കരയോടും ചേർന്നുള്ള ഭാഗത്തു നിന്ന് മണ്ണ് നീക്കം ചെയ്താൽ ഒരുപക്ഷെ വാഹനം അവിടെ കണ്ടെത്താനാകും എന്നൊരു സംശയം കൂടി ബന്ധുക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. തീർച്ചയായും കരയുടെ അല്ലെങ്കിൽ കരയിലെ രക്ഷാപ്രവർത്തനം വിഫലമായാൽ തീർച്ചയായും അടുത്ത പ്രവർത്തനം അവിടേക്ക് മാറ്റും. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദൃശ്യങ്ങളിലെല്ലാം കണ്ടതാണ് പുഴയുടെ നടുഭാഗത്ത് പോലും വലിയ രീതിയിൽ മൺതിട്ടകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ മഴയത്ത് ഈ മല ഒന്നാകെ ഇടിഞ്ഞു വരികയും അത് ഒരു പുഴയിലേക്ക് പതിക്കുകയും പുഴ കരകവിഞ്ഞ് അല്ലെങ്കിൽ മറ്റൊരു വശത്തേക്ക് മാറി ഒഴുകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ സമീപത്തുണ്ടായിരുന്ന വീടുകൾ പോലും നാശനഷ്ടം ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്രത്തോളം ഭീകരമായൊരു സാഹചര്യം അല്ലെങ്കിൽ പുഴയ്ക്ക് മുകളിൽ മൺതിട്ടകൾ രൂപപ്പെട്ട സാഹചര്യം. അപ്പോൾ എത്രത്തോളം മണ്ണ് അവിടെ നിന്നും നീക്കം ചെയ്യേണ്ടി വരും എന്നുള്ളൊരു സംശയം കൂടിയുണ്ട്. സ്വാഭാവികമായും അതിന് നാവികസേനയാണ് നേതൃത്വം നൽകേണ്ടത്. നാവികസേന അവിടെ എത്തിയാൽ കൃത്യമായ ഒരു റഡാർ സംവിധാനം ഉപയോഗിച്ച് വീണ്ടും പരിശോധന നടത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് സൈന്യത്തിൻ്റെ റഡാർ ഉച്ചയോടെ എത്തിക്കുമെന്നാണ്. അപ്പോൾ മണ്ണ് നീക്കം ചെയ്തതിന് ശേഷം റഡാർ, അതായത് 4 മീറ്ററിൽ കൂടുതൽ ആഴത്തിൽ വിശദമായ പരിശോധന നടത്താൻ സാധിക്കുന്ന രീതിയിലുള്ള റഡാറാണ് കൊണ്ടുവരിക എന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ മണ്ണ് പകുതി വഴിയിലെങ്കിലും മണ്ണ് നീക്കം ചെയ്ത ശേഷം പിന്നീട് റഡാർ ഉപയോഗിച്ച് സിഗ്നൽ സംവിധാനം എവിടെയെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ലോറിയുടെ സിഗ്നൽ ഉണ്ടോ എന്ന് കണ്ടെത്തിയ ശേഷം തീർച്ചയായും നിരാശയിലേക്കാണ് പോകുന്നത് എന്ന് കണ്ടെത്തിയാൽ മാത്രമായിരിക്കും കരയിലുള്ള രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുക. അതിനുശേഷമായിരിക്കും ഈ പുഴയിലെ മണ്ണ് നീക്കം ചെയ്യുക. പക്ഷേ രാവിലെ മുതൽ തന്നെ നേവി ഉദ്യോഗസ്ഥർ പുഴയിലേക്ക് ഇറങ്ങും. പുഴയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉച്ചയോടെ തിരച്ചിൽ അവസാനിപ്പിക്കേണ്ടി വന്നിരുന്നു. കാരണം അവിടെ ശക്തമായ അല്ലെങ്കിൽ തുടർച്ചയായി മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ഒഴുക്ക് കുത്തൊഴുപ്പ് വളരെ കൂടുതലാണ്, ശക്തമാണ്. അതുകൊണ്ട് തന്നെ തുടർച്ചയായി പരിശോധന നടത്താൻ സാധിക്കില്ല. അവർ സോളാർ ഉൾപ്പെടെയുള്ളവ മെറ്റൽ ഡിറ്റക്ടറും ഒപ്പം തന്നെ സോളാർ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചാണ് പരിശോധന നടത്തുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പരിശോധനകൾ ഇന്നും കാര്യക്ഷമമായി തന്നെ നടത്താനാണ് തീരുമാനം. പക്ഷേ അവിടെയും ഒരു വെല്ലുവിളിയായി നാവികസേനയ്ക്ക് വെല്ലുവിളി നിൽക്കുന്നത് മണ്ണിനടിയിലാണെങ്കിൽ കൂടുതൽ പതിഞ്ഞ സ്ഥലത്താണെങ്കിൽ ഒരിക്കൽ പോലും മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് ഈ വാഹനം കണ്ടെത്താനാവില്ല എന്നുള്ള ഒരു വെല്ലുവിളിയായി തന്നെ നിൽക്കുന്നുണ്ട്. എന്തായാലും നാവികസേനയും കരസേനയും ഒപ്പം തന്നെ മലയാളികൾ ഉൾപ്പെടുന്ന സംഘവും എല്ലാം ഒരുമിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. അല്പം സമയം മുൻപാണ് MK രാഘവൻ MP സ്ഥലത്തേക്ക് എത്തിയത്. അദ്ദേഹവും ഇവിടെ എത്തിയിട്ടുണ്ട്. ഏകോപന ചുമതല, അതായത് എല്ലാ ദിവസവും അദ്ദേഹം മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി സംസാരിച്ചതാണ്. കാരണം കോഴിക്കോട് സ്വദേശിയായ അർജുനാണ് ഇപ്പോഴും മണ്ണിനടിയിലുള്ളത്. അർജുനോടൊപ്പം തന്നെ 2 പേർ കൂടി ആ മണ്ണിനടിയിലുണ്ട്. അപ്പോൾ ഇവരെല്ലാം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അടിയന്തരമായി നടത്തിയേ മതിയാകൂ. അത്തരത്തിലുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ അപ്പോഴും റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള സമീപനം എങ്ങനെയാവും എന്നൊരു സംശയം കൂടിയുണ്ട്. കാരണം റവന്യൂ വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞത് എവിടെയാണോ റോഡ് അവസാനിക്കുന്നത് അവിടെ വരെ മാത്രം മണ്ണെടുത്താൽ മതി, അതിനുശേഷമുള്ള മണ്ണ് അവിടെ തന്നെ ഉപേക്ഷിക്കണം. കാരണം അതുകൂടി എടുത്താൽ വീണ്ടും അല്ലെങ്കിൽ മണ്ണിടിച്ചിലുള്ള സാധ്യതയുള്ളതിനാൽ റോഡ് അവസാനിക്കുന്നത് എവിടെയാണോ അവിടെ മണ്ണെടുപ്പ് അവസാനിപ്പിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റവന്യൂ വകുപ്പും ജില്ലാ ഭരണകൂടവും കൂടുതൽ പരിശോധനയ്ക്കും മണ്ണെടുപ്പിനുമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ട്. എന്തായാലും ഉച്ചയോടെ ശുഭസൂചകമായ ഒരു വാർത്തയ്ക്ക് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സരീഷ്, ഇന്നിപ്പോൾ 7ാം ദിവസമാണ് ഈ ഒരു തിരച്ചിൽ ആരംഭിച്ചിട്ട്. 7 ദിവസമായി ആ കുടുംബം കാത്തിരിക്കുകയാണ്, പ്രതീക്ഷയോടെ കേരളം മുഴുവൻ കാത്തിരിക്കുകയാണ്. പക്ഷേ ഇന്ന് രാവിലെ അവിടെ കനത്ത മഴ പെയ്തിരുന്നു എന്ന് പറയുന്നു. ഒരു രക്ഷാപ്രവർത്തനത്തിന് ഇത്രയും ദിവസം നമ്മൾ ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് കണക്കാക്കിയത് ഈ ഒരു മഴയാണ്. ഇന്ന് രാവിലെയും കനത്ത മഴയുണ്ടായിരുന്നു. തുടർന്ന് ഇന്നത്തെ ദിവസത്തെ ഒരു കാലാവസ്ഥ ഏത് രീതിയിലായിരിക്കും? നിലവിൽ അവിടെ ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. നിലവിൽ മഴ പെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ടോ? നാവികസേനയുടെ അടക്കം തെരച്ചിലിനെ ഈ മഴ ഏത് രീതിയിലായിരിക്കും പ്രതികൂലമായിട്ട് അങ്ങനെയാണെങ്കിൽ ബാധിക്കുക? മഴ എപ്പോൾ വേണമെങ്കിലും ഒരു വില്ലനായി കടന്നു വരാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഇന്നത്തെ ആദ്യ മണിക്കൂറുകളിലെല്ലാം ശക്തമായ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ അല്പം മഴ മാറി നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസവും സമാനമായ ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇന്നലെ നമ്മൾ കാണേണ്ടത്, ഇന്നലെ മഴ തുടർച്ചയായി പെയ്തപ്പോഴും അവിടെ കരയിൽ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി തന്നെ നടന്നിരുന്നു. അവിടെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരുന്നത്. ഈ വേഗത കുറയ്ക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. കാരണം മഴയില്ലാത്തപ്പോൾ അതിവേഗം മണ്ണ് അവിടെ നിന്നും നീക്കം ചെയ്യുക. ഈ മഴ പെയ്യുമ്പോൾ ഒരുപക്ഷെ ഈ ചാലുകൾ കീറി അല്ലെങ്കിൽ വെള്ളം ഇങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അവിടെ നിന്നും മണ്ണ് നീക്കം ചെയ്യുമ്പോൾ കൂടുതൽ മണ്ണിടിയാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ
അതുകൊണ്ട് തന്നെ മഴ പെയ്യുമ്പോൾ വേഗത കുറച്ച് രക്ഷാപ്രവർത്തനം നടത്തുക, മഴയില്ലാത്തപ്പോൾ അതിവേഗം അവിടെ നിന്നും മണ്ണ് നീക്കം ചെയ്യുക എന്നൊരു കാര്യത്തിലേക്കാണ് എന്തായാലും അധികൃതർ പോകുന്നത്. ഇന്നും കരയിലുള്ള രക്ഷാപ്രവർത്തനത്തിൽ യാതൊരു തടസ്സവും ഉണ്ടാവില്ല എന്നാണ് രാവിലെ എല്ലാവരും പറഞ്ഞത്. പക്ഷേ നാവികസേനയെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായി മഴ പെയ്യുകയാണെങ്കിൽ അവർക്ക് രക്ഷാപ്രവർത്തന ദൗത്യത്തിൽ നിന്നും പിന്മാറേണ്ടി വരും, താൽക്കാലികമായെങ്കിൽ പിന്മാറേണ്ടി വരും. കാരണം പുഴയിൽ നീരൊഴുക്ക് കൂടുകയും മൺതിട്ടകൾ ഉൾപ്പെടെ വിലനാവുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ തുടർച്ചയായി മഴ പെയ്യുകയാണെങ്കിൽ ഈ നാവികസേനയ്ക്ക് അവിടെ നിന്നും പിന്മാറേണ്ടി വരും. പിന്നീട് ഈ മഴ അവസാനിച്ചാൽ മാത്രമേ വീണ്ടും പരിശോധനകൾ നടത്താനാവുകയുള്ളൂ. പക്ഷേ എത്രത്തോളം കാര്യക്ഷമമായ പരിശോധന നടക്കുമെന്നൊരു സംശയമുണ്ട്. കാരണം അത്യാധുനിക ഉപകരണങ്ങളോ മറ്റൊന്നും തന്നെ നിലവിൽ ആരുടെയും അല്ലെങ്കിൽ നാവികസേനയുടെ കയ്യിലുമില്ല. അവർ മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെ വന്ന് മാത്രമാണ് പരിശോധന നടത്തുന്നത്. അപ്പോൾ മണ്ണിനടിയിലുള്ള വാഹനം കണ്ടെത്താൻ എങ്ങനെ സാധിക്കും എന്ന സംശയം എന്തായാലും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും അനുകൂലമാവുന്നത് ഉച്ചയോടെ റഡാർ സംവിധാനം, അത്യാധുനിക സൗകര്യങ്ങളുള്ള റഡാർ സൗകര്യം ഇവിടേക്ക് എത്തിക്കുന്നതോടെ കൂടുതൽ കാര്യക്ഷമമായ പരിശോധനകളും നിഗമനങ്ങളിലേക്കും എത്താൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. ശരി സരീഷ്, ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ആ ഒരു കുടുംബവും നമ്മളെല്ലാവരും കേരളം ഒന്നടങ്കം ഇന്ന് ഉച്ചയോടെ അല്ലെങ്കിൽ ഇന്നത്തോട് കൂടിയിട്ട് ഇതിൽ ഒരു എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ ഇതിലൊരു ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറെ നിർണായകം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ തിരച്ചിൽ ഏറെ നിർണായകമാണ്. വളരെ കാര്യക്ഷമമായിട്ടുള്ള തിരച്ചിൽ ഇന്ന് അവിടെ നടക്കേണ്ടിയിരിക്കുന്നു. കരസേനയും നാവികസേനയും ഒപ്പം കേരളത്തിൽ നിന്നുള്ള രക്ഷാദൗത്യ സംഘവും സംയുക്തമായിട്ടാണ് ഇന്ന് അവിടെ തിരച്ചിൽ നടത്തുന്നത്. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ സരീഷ് നമ്മളിലേക്ക് എത്തിക്കുകയും ചെയ്യും. എന്തായാലും ഇന്ന് അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ഏകദേശം ആരംഭിച്ചിരിക്കുകയാണ്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണ് നീക്കിയുള്ള തിരച്ചിലാണ്. അവിടെ സ്ഥലത്ത് കെ രാഘവൻ MP ഈ ഒരു രക്ഷാപ്രവർത്തനത്തിനെ ഏകോപിപ്പിക്കാനായി നിലവിലുണ്ട്. ആ വിവരങ്ങളാണ് സരീഷ് നൽകിയത്.